നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനും അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിയോണ ഷാജൻ. ഞാൻ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 6-ാം തീയതി 2023 ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് +2 കഴിഞ്ഞ് വിദേശത്ത് പോയി പഠിക്കണമായിരുന്നു. അപ്പം അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കടമ്പ എന്ന് പറയുന്നത് IELTS ആണ്. അപ്പം IELTS എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് എങ്ങനെയും പുറത്ത് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ IELTS എനിക്കൊരു മാസം ടൈമുണ്ട്, കോച്ചിങ് ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചിരുന്നു. തൈലം, ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. പിന്നെ ഉപ്പൊക്കെ ഞാൻ വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു. പിന്നെ എന്താ പറയുക, മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഇപ്പോഴും എൻ്റെ ഷർട്ടുമ്മേ ഞാൻ പിൻ ചെയ്തിട്ടാണ് എപ്പോഴും പോയിരുന്നത്. അപ്പം എല്ലാവരും പറഞ്ഞു, 1 മാസം കൊണ്ടൊന്നും IELTS ആർക്കും പാസ്സാവാനൊന്നും പറ്റില്ല, നിന്നെക്കൊണ്ട് പറ്റില്ല എന്തായാലും എല്ലാവരും പറഞ്ഞു. പക്ഷേ ഞാൻ അത് പാസ്സായി. വളരെ നല്ല മാർക്കോടുകൂടി എനിക്കത് പാസ്സാവാൻ പറ്റി. അത് മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ കൊന്തെത്തിക്കും, എപ്പോഴും കൊന്തെത്തിക്കും. എനിക്ക് എന്ത് ടെൻഷൻ വന്നാലും ഞാൻ കൊന്തെത്തിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലും. പിന്നെ എക്സാം എഴുതാൻ പോയപ്പോഴാണെങ്കിൽ പോലും അമ്മ വിളിച്ച് പറയും, നീ തൈലം പുരട്ടിയിട്ട് വേണം പോവാന്ന് പറയും. അപ്പം ഞാൻ ഉടമ്പടി തൈലം പുരട്ടിയിട്ടായിരിക്കും നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ പോവും. അങ്ങനെ ഞാൻ IELTS പാസ്സായി. അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ എനിക്ക് ഫുൾ കഷ്ടപ്പാടുകൾ വന്നത്. ഞാൻ ആദ്യം ട്രൈ ചെയ്ത രാജ്യം എന്ന് പറയുന്നത് കാനഡയായിരുന്നു. പിന്നെ ന്യൂസിലാൻഡ് ട്രൈ ചെയ്തു, സിംഗപ്പൂർ ട്രൈ ചെയ്തു. എല്ലാം എനിക്ക് എന്താ പറയുക, അഡ്മിഷൻ കിട്ടും, പക്ഷേ ലോണിൻ്റെ ഇതെത്തുമ്പോൾ എല്ലാം പോവും. എന്ന് വെച്ചാൽ പൈസ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ പൈസ എന്ന് പറയുന്ന സംഭവം ഇല്ല. ഞങ്ങൾ അത്രയ്ക്കും അധപതിച്ച് നിൽക്കുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. സിംഗപ്പൂരായിരുന്നു എൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇനി ട്രൈ ചെയ്യണോ, നമുക്ക് ഇവിടെ തന്നെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, എന്തായാലും നീ കാല് മുമ്പോട്ട് വെച്ചു, ഇനി അത് നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം. നീ ഒരു കാര്യം ചെയ്യും, നീ USA ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അത് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യമാണ്. പിന്നെ പോരാത്തതിന് എന്താ പറയുക, അത്രയ്ക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അത്രയ്ക്കും പൈസ ഉള്ളവരാണ് അങ്ങോട്ട് പോവുക. പക്ഷെ ഞങ്ങളുടെ വീട്ടിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ US ഞങ്ങൾ ട്രൈ ചെയ്തു. അപ്പോഴും എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ മുടങ്ങിയിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിലൊരു ആരാധനാലയമുണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും അവിടെ പോയി പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും, കുരിശിൻ്റെ വഴി ചൊല്ലും. കുരിശിൻ്റെ വഴി ഞാൻ മുടക്കിയിരുന്നില്ല. എന്താ പറയുക, അതെന്താണെന്ന് എനിക്കറിയില്ല. ഒരു അച്ഛൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഈ കുരിശിൻ്റെ വഴി എപ്പോഴും ചൊല്ലണം കേട്ടോ. അപ്പം ഞാൻ കുരിശിൻ്റെ വഴിയും ചൊല്ലും. പിന്നെ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഞാൻ കാശുരൂപം എൻ്റെ കയ്യിൽ വെച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അതെനിക്ക് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ധൈര്യം എനിക്ക് തരുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വിസ ഇൻ്റർവ്യൂ ആണ് അടുത്ത കടമ്പ. അപ്പോൾ അന്ന് ഞാനും പപ്പയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് അന്ന് രാത്രി കിടന്നുറങ്ങണ സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇതെങ്കിലും എനിക്കൊന്ന് പാസ്സാക്കി തരണം. എനിക്കിനി വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വയ്യ, അല്ലെങ്കിലോ കുറേ പൈസ അവർ ചിലവാക്കി. എനിക്കിനി പറ്റില്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ എന്താ ചെയ്യേണ്ടതെന്ന്. അന്ന് ഞാൻ 3 മണി സമയത്ത് എത്തിക്കുന്ന പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേക ഒരു പവറാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 മണിക്ക് എനിക്കിരുന്ന് പ്രാർത്ഥിച്ചു, ഇങ്ങനെ കൊന്ത ചൊല്ലിയിരുന്ന് പ്രാർത്ഥിച്ചു. അത് ഞാൻ കണ്ണടച്ച് കിടന്ന് ഉറങ്ങണ സമയത്ത് മാതാവും ഈശോയും, ഞാൻ വിസ ഇൻ്റർവ്യൂവിന് ആൻസേഴ്സ് പറയുന്ന സമയത്ത് മാതാവ് ഈശോയും ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നൊരു സംഭവമാണ് ഞാൻ കാണുന്നത്. അത് കണ്ടതും ഞാൻ പെട്ടെന്ന് എണീറ്റു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു കേട്ടോ, അങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അപ്പം എന്തായാലും നീ പാസ്സാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വിസ ഇൻ്റർവ്യൂവിന് പോയി. വിസ ഇൻ്റർവ്യൂവിന് നിൽക്കുന്ന സമയത്ത് മിക്ക പിള്ളേരും റിജക്റ്റായി പോയിക്കൊണ്ടിരിക്കുക. പിന്നെ പോരാത്തതിനാണെങ്കിൽ എൻ്റെ വിസ ഇൻ്റർവ്യൂവർ ഭയങ്കര കർക്കശക്കാരിയാണ്, എല്ലാവരും റിജക്റ്റാക്കി വിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്നു. ആ സമയത്താണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ മാതാവുണ്ട്. എൻ്റെ ഷർട്ടിൻ്റെ ഇവിടെ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം മാതാവിനെ.
എന്നിട്ട് ഞാൻ മാതാവേ നിൻ്റെ പ്രത്യക്ഷത്തിന് എന്നെ സാക്ഷിയാക്കണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ് വിസ ഇൻ്റർവ്യൂവിന്. വിസ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. എന്താ പറഞ്ഞത് എനിക്കറിയില്ല. അവർ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു വിസ അപ്രൂവ്ഡ് ആയി. അത് കേട്ടതും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഞാൻ കരഞ്ഞു. കാരണം മിക്കവരും സ്വപ്നം കാണുന്നൊരു രാജ്യം, ഞങ്ങളുടെ വീട്ടുകാർക്ക് ഒട്ടും എഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു രാജ്യം, ഞങ്ങൾ ഇതുവരെ സ്വപ്നം കാണാത്തൊരു രാജ്യം. അപ്പോൾ പെട്ടെന്ന് അത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പ നിനക്കിത് എങ്ങനെ കിട്ടിയതായിരുന്നു പപ്പയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിനക്കിത് എങ്ങനെ കിട്ടി? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല പപ്പ, ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് എൻ്റെ വിസ ശരിക്കും 2 വീക്കിനുള്ളിൽ വീട്ടിലെത്തണം. പക്ഷെ എൻ്റെ വിസ എത്തിയിട്ടില്ല. പാസ്പോർട്ടിലാണ് ഒരു വിസ അടിച്ചിട്ട് വരാം. അപ്പം എൻ്റെ വിസ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണോ വിസ എത്താത്തത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അമ്മയും കൂടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയി വീണ്ടും മാതാവിനോട് ഇങ്ങനെ പറയണം, നീ എന്തിനിങ്ങനെ പരീക്ഷിക്കണേ, കുറേ ആയില്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞാനും പപ്പയും അടുക്കാനുണ്ടായൊരു കുറേ സാഹചര്യങ്ങളായിരുന്നു ആ ഹൈദരാബാദ് എന്നുള്ളൊരു ട്രിപ്പ്. ഞാനും പപ്പയും കൂടുതൽ അടുത്തതും പപ്പയുടെ കാര്യങ്ങൾ അറിഞ്ഞതും പപ്പ ഇത്രത്തോളം കഷ്ടപ്പാടിൽ പോയിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് അറിഞ്ഞതും ഞാൻ ആ സമയങ്ങളിലായിരുന്നു. അങ്ങനെ ഹൈദരാബാദ് എത്തി, എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് ഞാൻ US പോവാണ്. അതുവരെ എൻ്റെ പപ്പേനെ കുത്തുവാക്കുകൾ പറഞ്ഞ എല്ലാവരും ആഹാ മോൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയോ. കാരണം തല്ല് താഴ്ത്തി നടക്കായിരുന്നു എൻ്റെ പപ്പ. എല്ലാവരുടെ ഫ്രണ്ടിലും എല്ലാവരും ചോദിച്ചു നിനക്ക് പ്രാന്തുണ്ടോ മോളെ ഇങ്ങനത്തെ വട്ടിനൊക്കെ സമ്മതിച്ച് വിടാൻ. പക്ഷേ പപ്പ പറഞ്ഞു അത് അവളുടെ സ്വപ്നമാണ്, അവൾ പോട്ടെ, അവൾ വളരട്ടെ, എന്നെക്കാളും വലിയ നിലയിലെത്തണം എൻ്റെ മക്കൾ എന്നുള്ളൊരു ഒറ്റൊരു വാക്ക് എൻ്റെ അപ്പൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. അത് എനിക്കറിയില്ല, എൻ്റെ അപ്പൻ അത്രയും സപ്പോർട്ടീവായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മയും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ US ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കണം. എൻ്റെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ചേട്ടനാണ്, എനിക്ക് 8 വയസ്സ് കൂടുതലായിട്ട്, എന്നെക്കാളും 8 വയസ്സ് മൂത്തതാണ്. അപ്പം ഞാനും ചേട്ടനും അത്രയും കണക്റ്റഡ് അല്ല. പക്ഷേ US ശേഷം ഞാനും ചേട്ടനും ഭയങ്കര ക്ലോസായി. ഞാൻ എന്തുണ്ടെങ്കിലും എൻ്റെ ചേട്ടനോട് പറയും, എന്തുണ്ടെങ്കിലും. ഇപ്പോൾ ആദ്യം ഞാനും ചേട്ടനും സംസാരിക്കുന്നില്ല, ഇപ്പോൾ ചേട്ടനായിട്ട് ഞാൻ ഭയങ്കര കൂട്ടായി. അതിന് മാതാവിന് വലിയൊരു കളിയുണ്ട്. കാരണം ഞാൻ എപ്പോൾ കൃപാസനത്തിൽ വന്നാലും ഞാൻ പറയും മാതാവ് എല്ലാവരും ചേട്ടന്മാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചേട്ടനെ കുറിച്ച് പറയാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് വേണം. ഞാൻ US അതുകൊണ്ട് എത്തിയതിന് ശേഷം ചേട്ടനായിട്ട് ഭയങ്കര ക്ലോസായി. ചേട്ടൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറി. അതുപോലെ തന്നെ ചേട്ടനും എൻ്റെ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. പഠിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞ് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. ദുബായിൽ പോയി, അവിടെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. വിഷമിച്ചിട്ടാണ് ചേട്ടൻ അവിടെ നിന്ന് തിരിച്ചു വന്നത്. അമ്മാതിരി കഷ്ടപ്പാടായിരുന്നു. പിന്നെ ഇവിടെ എത്തിയിട്ടും ആൾക്കാർ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി, പപ്പേനും അമ്മേനെയും, നിൻ്റെ മോനൊരു ജോലിയില്ലേ, എന്തിനും ഇവൻ വീട്ടിലിരിക്കണേ, ഇവനെന്തേ ഇത്രയും പ്രായമായില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ധാരാളം ഷിപ്പിംഗ് കമ്പനിയിൽ പുള്ളി അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് ആൾക്കൊരു ഇൻ്റർവ്യൂ പാസ്സായി. വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനിയിൽ ആൾക്ക് ജോലി കിട്ടി. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം ഇപ്പം എൻ്റെ പപ്പ ഭയങ്കര പ്രൗഡാണ് ചേട്ടൻ്റെ കാര്യത്തിൽ. കാരണം എൻ്റെ അമ്മയും ഞാനും ഉടമ്പടി എടുത്തൊരു സംഭവമാണ് ചേട്ടൻ്റെ കാര്യം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ പ്രൗഡാണ്. കാരണം ഞങ്ങളുടെ 2 പേരുടെ കാര്യത്തിലും മാതാവ് കുറേ ഇടപെട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അത്. അതുപോലെ തന്നെ ഇപ്പോൾ എപ്പോഴാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് കുറേ അടുത്തു, എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അടുത്തു. ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പം US പോലും അറിയാം നമുക്ക് ഓഫ് ക്യാമ്പസ് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ ഓൺ ക്യാമ്പസിൽ നമുക്ക് ജോലി ചെയ്താലാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഫസ്റ്റ് സെം എനിക്ക് ജോലി കിട്ടിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, പള്ളിക്ക് പോയി. ഇപ്പം ഞാൻ അവിടുത്തെ പള്ളി കൊയറിൽ കയറി. ക്യാമ്പസ് മിനിസ്ട്രി എന്ന് വെച്ചാൽ പള്ളി കൂട്ടായ്മയാണത്, അതിലെനിക്ക് ജോലി കിട്ടി. ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ കയറിയിരിക്കുന്നത് കെമിസ്ട്രി ലാബിൽ. ആർക്കും അങ്ങനെ എളുപ്പത്തിൽ കിട്ടാത്തൊരു സംഭവമാണ്, അതെനിക്ക് കിട്ടി. അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിലും എൻ്റെ ചേട്ടൻ്റെ ജീവിതത്തിലും എൻ്റെ അമ്മ പപ്പ എല്ലാവരുടെ ജീവിതത്തിലും മാതാവ് കുറേ ഇടപെട്ടിട്ടുണ്ട്.
അതിന് ഞാൻ ആയിരം നന്ദി പറയുന്നു. അതിലുപരി ഞാൻ ധാരാളം കാരുണ്യ പ്രവർത്തികളും ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിലായിരുന്ന സമയത്താണെങ്കിൽ ഞാൻ വൃദ്ധസദനത്തിൽ പോവും. എനിക്ക് അവിടുത്തെ അമ്മമാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഓർമ്മയില്ല അവരെന്താ പറയണത്, കുട്ടികളെ പോലെയാണ്. അപ്പം ഞാൻ അവരോട് എപ്പോഴും സംസാരിച്ചിരിക്കും. അതുപോലെ തന്നെ ഇപ്പം US വന്നതിന് ശേഷമാണെങ്കിൽ പോലും അവിടെയുള്ളവർക്ക് പൈസ കൊടുക്കുന്നതിനേക്കാൾ ഉപരി അവർക്കൊരു കൂട്ടാണ് ആവശ്യം. അവരോട് ഇങ്ങനെ കുറേ സംസാരിക്കണം, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പം ഞാൻ കുർബാനൊക്കെ കഴിയുമ്പോൾ ഇവരുടെ കൂടെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം എനിക്കത് അവർക്കും അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്, എനിക്കും അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇത്രയും കാരുണ്യ പ്രവർത്തികളാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുറേ കഷ്ടപ്പാടുകൾ ഉണ്ടാവും, അതെല്ലാം നമ്മളെ മിനുക്കിയെടുക്കാനാണ്, അല്ലാതെ നമ്മൾ ദൈവം കൈവിടുന്നതല്ല. അതാദ്യം മനസ്സിലാക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുക. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പവർ തന്നത് കൊന്തയും കാശുരൂപവും പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയാണ്. ഈ 3 കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ കൈവിട്ടിട്ടില്ല. ഈ 3 സംഭവങ്ങളാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മാതാവിൻ്റെ കാശുരൂപം. ഞാൻ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടാവും. ഇതിപ്പോൾ എവിടെയാണെങ്കിലും എങ്ങോട്ട് പോവുകയാണെങ്കിലും എൻ്റെ കൂടെ കാശുരൂപം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ചെയ്തെന്ന മാതാവിനും ഉണ്ണീശോയ്ക്കും ഞാൻ ആയിരം നന്ദി പറയുന്നു. 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടി നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. യേശുവിൽ പ്രിയമുള്ളവരെ, സിയോൺ ഷാജിയുടെ ഈ വലിയ സാക്ഷ്യം നമ്മളുടെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് നമ്മളോട് പറയുന്നതിൻ്റെ വളരെ അധികം ചുരുക്കിയ കാര്യം ആ മോളുടെ ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും ജപമാലയും ഉടമ്പടി കാശുരൂപത്തിൻ്റെയും അനുഗ്രഹം കൊണ്ടാണ് ആ മോൾ ഇവിടെ ഇപ്പോൾ എത്തിയത്. എല്ലാവരും പല തവണ എഴുതിയിട്ടും കിട്ടാതിരുന്ന IELTS ഈ മോൾക്ക് ആ ഉടമ്പടി കാശുരൂപം കൊണ്ടുപോയി പരീക്ഷ എഴുതിയ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവൾ പാസ്സാക്കി. പരിശുദ്ധമ്മ കൊടുത്ത വലിയ ഗിഫ്റ്റാണത്. അത് കഴിഞ്ഞ് അവൾക്ക് കൊടുത്ത കയറ്റമാണ്. പല രാജ്യങ്ങളിൽ, ന്യൂസിലൻഡിലും USA പല സ്ഥലങ്ങളിൽ പോകാനായിട്ട് ആഗ്രഹിച്ചു. അവൾക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. ആ ആഗ്രഹം അവൾ ആഗ്രഹിച്ചതിലും ഇരട്ടിയായിട്ട് പരിശുദ്ധമ്മ കൊടുക്കുകയാണ്. അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരെ ആ മോള് പറയുന്നത് ഇതാണ്: ഒരിക്കലും ഇത് കൈവിടത്തില്ല, ഒരിക്കലും സാധിക്കില്ല, ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യങ്ങൾ പരിശുദ്ധമ്മയെ ഏൽപ്പിച്ചാൽ അമ്മ അതുടനടി പരിഹരിക്കുമെന്ന്. ഇതാ സഞ്ചാരിയമ്മ, സമയത്തിൻ്റെ അമ്മ. അവൻ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ഉടമ്പടിയിൽ വിശ്വാസവും വിശ്വസ്തതയും സമർപ്പണവും സത്യസന്ധതയും നിത്യജീവൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ അവർ മുന്നോട്ട് പോയപ്പോൾ മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലുള്ള സപ്പോർട്ട്, യൂട്യൂബിലുള്ള ആരാധനയും ഡെയിലി ബ്രെഡിലുള്ള പങ്കാളിത്തവും നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും കുമ്പസാരവും എല്ലാം ഉടമ്പടി ജീവിതത്തിൽ അവളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മ വഴി ഈ മോൾക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണിതെല്ലാം. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ഉടമ്പടി ജീവിതത്തിൽ അവരെ ഒരിക്കലും കൈവിടില്ലെന്ന് പരിശുദ്ധ അമ്മ ഇവരെ നമുക്ക് കാണിച്ചു തരികയാണ്. ഇനിയുള്ളവരും ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടിയോട് സത്യസന്ധതയോടുകൂടി നീങ്ങി പ്രതിഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി മാറാൻ പരിശുദ്ധമ്മ ഈ സാക്ഷ്യം വഴി ഇവരെയും നമ്മളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇവരുടെ സാക്ഷ്യം മറ്റുള്ളവർക്കൊരു മാതൃകയായി മാറാൻ, ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ, പ്രാർത്ഥനയിൽ ഏറ്റവും വലിയ ദിവ്യബലിയിൽ പങ്കെടുത്ത് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധമ്മ നമ്മളെ കൈവിടില്ല. അമ്മ ശക്തനായവരിൽ നിന്ന് വൻ കാര്യം ചെയ്തു തന്ന് നമ്മളെയും ശക്തിപ്പെടുത്തും.
അമ്മ വഴി ഈശോ നൽകിയ ഈ വലിയ കൃപയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം. അത്യപൂർവ